അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പുതിയൊരു പ്രഭാഷണത്തിൽ AP സമസ്തക്കാരെ ആളുകളോട് കൊടുത്തൊരു നിർദ്ദേശമുണ്ട്. അവർ അവരുടെ മകളെ കോടീശ്വരനായ സുന്നിയല്ലാത്തവന് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല, അങ്ങനെ ചെയ്തു കൊടുത്ത ആരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഇനി ചെയ്തു കൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു സംസാരം. നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ചിലപ്പോൾ കോടീശ്വരനായ ഒരു മനുഷ്യനാണ് മകൾക്ക് വിവാഹം അന്വേഷിച്ചു വരുന്നത്. പക്ഷേ അന്വേഷണത്തിൽ ആ കോടീശ്വരനായ മനുഷ്യൻ സുന്നിയല്ല. അങ്ങനെ അസുന്നിയായ സുന്നിയല്ലാത്തവന് വിവാഹം ചെയ്തു കൊടുത്താൽ എന്താണ് പ്രശ്നം? സുന്നിയല്ലാത്ത ഈ ഭർത്താവിനെ നമ്മൾ തിരഞ്ഞെടുത്താൽ അതേ നമ്മുടെ മകളുടെ ദീൻ നമ്മൾ നശിപ്പിച്ചു. അതേ, ഗൗരവമാണ് വിഷയം. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ ചെയ്തത് അവരുടെ മകളുടെ ദീൻ നശിപ്പിക്കുകയാണ്. മാത്രവുമല്ല, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹു തന്ന മകളെ നമ്മൾ നരകത്തിന്റെ വഴിയിലേക്ക് ചേർത്തു. അവളെ കൊണ്ടുപോയി ഒരു സുന്നിയല്ലാത്തവന് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ, സുന്നിയല്ലാത്ത പണക്കാരന് മകളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അവളെ നിങ്ങൾ നരകത്തിലേക്ക് പോകുന്ന വഴിയിൽ കൊണ്ടുപോയി ചേർത്തു എന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത്. വിഷയം ഗൗരവമാണ് AP-ക്കാരെ. നമ്മൾ എന്തിന് പോറ്റി വളർത്തിയ മകളെ ഈ സുന്നിയല്ലാത്ത മനുഷ്യന്റെ പണം കണ്ടിട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഇവിടെ പണം വല്ലതും തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ, പണം വല്ലതും തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തിന് നിങ്ങൾ അങ്ങനെ കെട്ടിച്ചു കൊടുക്കണം? അല്ല, ഇപ്പോൾ നിലവിൽ കെട്ടിച്ചു കൊടുത്തവർ ഇനി എന്താ ചെയ്യുക? അവരുടെ മകളെ നരകത്തിലേക്കുള്ള വഴിയിലേക്ക് കൊണ്ടുപോയി ചേർത്തു. അവരുടെ മകളുടെ ഈമാൻ നശിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അവർ വിവാഹമോചനം നടത്തേണ്ടതുണ്ടോ? ഇവിടെ സുന്നിയല്ലാത്തവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായി വഹാബ് സഖാഫിയുടെ ശറഅ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് വഹാബി മൗദൂദി എന്നവരുമായി മതപരമായി ബന്ധം പാടില്ല എന്നാണ്. അപ്പോൾ ആരെങ്കിലും വഹാബിക്കോ മൗദൂദിക്കോ തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വിവാഹമോചനം നടത്തേണ്ടി വരില്ലേ? ഇനി പിന്നീട് ആരെങ്കിലും അങ്ങനെ വഹാബിയാകുകയോ മൗദൂദിയാകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വിവാഹമോചനവും നടത്തേണ്ടതില്ലേ? കാരണം സ്വർഗവും നരകവും തീരുമാനിക്കേണ്ട വിഷയമാണ്. അതും കൂടിയും പേരോട് സഖാഫിയോ വഹാബ് സഖാഫിയോ ഒന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ടതായിരുന്നു. പണം കൊണ്ട് വല്ലതും നേടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എത്ര കോടീശ്വരന്മാരുടെ മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കിക്കിടക്കുന്നു, ഒരിറ്റ് വെള്ളം കുടിക്കാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, മനസ്സമാധാനമില്ലാതെ, ആരോഗ്യമില്ലാതെ, ക്യാൻസർ ബാധിച്ചു കിടക്കുന്ന എത്ര കോടീശ്വരന്മാർ. ഇതൊന്നും നിങ്ങളെ കൂട്ടത്തിലെ മുസ്ലിയാക്കന്മാർക്ക് അറിയില്ലേ? ഓരോരോ ആളുകൾ എന്തൊക്കെ രീതിയിലാണ് പണം ഉണ്ടാക്കുന്നത്. ആത്മീയ ചൂഷണം ദിനചര്യയായി കൊണ്ട് നടക്കുന്ന മുസ്ലിയാക്കന്മാർ ഓൺലൈൻ ഓഫ്ലൈൻ ആത്മീയ ചൂഷണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി സലാത്ത് നഗർ, പ്രാർത്ഥനാ സദസ്, ബുർദ മജ്ലിസ്, നാരിയ സലാത്ത്, ആണ്ട്, നേർച്ച, ഉറൂസ് എങ്ങനെ പറഞ്ഞ പല പേരുകളിലും പല രീതിയിൽ ജാറ വ്യവസായങ്ങളിലും അല്ലാതെയും ഒക്കെ ആയിക്കൊണ്ട് നടത്തുന്ന ഈ പറയുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കോടികളാണ് ഇതിന്റെ പിന്നിൽ മറിയുന്നത് എന്നൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന വിഷയം. ഇത്രയും പണം എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? പണം വല്ലതും ചെയ്യുമോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ഉദരപൂരണം നടത്തുന്ന പുരോഹിതന്മാർ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെ കണ്ടമാന ആളുകളെ പറ്റിച്ച് പണമുണ്ടാക്കിയത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ള കൃത്യമായ ബോധം പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഈ സംസാരത്തിൽ നിന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കമുള്ള സകല മുസ്ലിയാക്കന്മാർ ഓർത്തുവെക്കുന്നത് നല്ലതാണ്. ഇനി AP സമസ്തക്കായ ആളുകളൊക്കെ പരിശോധനക്കിറങ്ങുമ്പോൾ ആരൊക്കെയാണ് വഹാബി, ആരൊക്കെയാണ് മൗദൂദി എന്നൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ കൃത്യമായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കമുള്ള ആളുകളെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഈ പറയുന്ന ആളുകളിലൊക്കെ ആരൊക്കെ വഹാബി ആയിട്ടുണ്ട്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വഹാബിയാണോ? പച്ച വഹാബിയാണ് ഇവൻ എന്നാണ് പറഞ്ഞത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിനെ. പേരോടിനെ അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ കുറിച്ച് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരും. ഇവിടെ ആളുകളുടെ മനസ്സ് നമുക്ക് പരിശോധിക്കാൻ കഴിയില്ലല്ലോ. അപ്പോ ഇനി എങ്ങനെയാണ് AP സമസ്തക്കാർ പുതിയാപ്പണ്ണ അന്വേഷിക്കുക? ഏതെങ്കിലും ഒരുത്തം സുന്നിയാണ് എന്ന നിലയിൽ വന്നാൽ പോലും ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ലോ. അവരുടെ ഹൃദയമൊന്നും നമുക്കറിയാൻ വേണ്ടി പറ്റില്ലോ. ഇനി എന്താണ് ചെയ്യുക? ഇതിനൊക്കെ കൃത്യമായ പരിഹാരം നമ്മുടെ പകര ബാപ്പൂട്ടി മുസ്ലിയാരുടെ കയ്യിലുണ്ട്. പ്രവാചകൻ തന്നെ നേരിട്ട് വന്നുകൊണ്ട് നിങ്ങളുടെ മകൾക്ക് പുതിയാപ്പണ്ണ കാണിച്ചു തരും. ഫോട്ടോ അടക്കം കൊണ്ടുവന്ന് കാണിച്ചു തരും. അല്ലാഹുവിന്റെ റസൂൽ നബിയെ എനിക്ക് നല്ലൊരു പെണ്ണിനെ തങ്ങൾ കല്യാണാക്കി തരണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചിത്രം കാണിച്ചു കൊടുത്ത് കല്യാണം ചെയ്ത സംഭവങ്ങൾ എനിക്ക് രണ്ടാളുകളെ പരിചയമുണ്ട്. നാടന്മാർക്കും മൗലവിമാർക്കും ഒക്കെ റസൂലുള്ളാ പുതിയാപ്പണ്ണ ആക്കി കൊടുക്കുകയും ഇല്ലെങ്കിൽ പെണ്ണ ശരിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാം കൃത്യമായ ഒരു ബ്രോക്കർ ചെയ്യുന്ന അതേ പരിപാടി തന്നെ റസൂലുള്ളാ ചെയ്തിട്ടുണ്ട് എന്നാണ് പകര വാപ്പൂട്ടി മുസ്ലിയാർ പറയുന്നത്. അപ്പോൾ പരിഹാരവും ഇവിടെയുണ്ട്. നിരവധി അനുഭവമുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ തങ്ങൾ വന്നു പറഞ്ഞു, തങ്ങൾ വന്നു കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് തന്നെ പറഞ്ഞു തരും എന്തൊക്കെയാണ്. എത്ര മജ്‌ലിസുകളിലാണ് മുത്ത് റസൂലുള്ളാഹി ഹാജറായത്? ഇപ്പോഴതാണ് ഞാൻ പറയുന്നത്. റസൂലുള്ളാഹിനെ നേരെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ട 4-ലേറെ ആളുകളെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ എനിക്ക് പരിചയമുണ്ട്. വിശ്വസ്തരാണ് ഞാൻ പറയുന്നത്. ഇതൊരു ചെറിയതായി കാണരുത് മുഅ്മിനീങ്ങളെ. നമുക്ക് തങ്ങളൊന്ന് കാണണം. ഉറക്കത്തിൽ കണ്ടവർക്ക് 100-ലേറെ ആളുകൾ
ചെറുതും വലുതുമായി ചെറിയ മക്കൾ കണ്ടത്, സ്ത്രീകൾ കണ്ടത്, പുരുഷന്മാര് കണ്ടത്, എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞവരും എന്റെ അരികിൽ വന്ന് പറഞ്ഞവരും ഞാൻ അവരെ വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞവരും കുറെ തങ്ങൾ വന്നു പറഞ്ഞു, തങ്ങൾ വന്നു പറഞ്ഞു, തങ്ങൾ വന്നു പറഞ്ഞു. പകര പറഞ്ഞത് AP സമസ്തക്കാർക്ക് മാത്രം സംവരണം ചെയ്തതാണോ എന്നറിയില്ല. അതുകൊണ്ട് നിലവിൽ വിവാഹം കഴിച്ചു പോയ ആളുകളുണ്ട്, അതിൽ കുറെ ആളുകൾ വഹാബി ആയിട്ടുണ്ട്, നേരത്തെ വഹാബി ആയവരുമുണ്ട്. അവരെയൊക്കെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പച്ച വഹാബിയായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയിൽ നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, AP സമസ്തയിൽ നിന്ന് അടിയൊഴുക്ക് വല്ലാണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ആളുകൾ ഇത്ര മാത്രം ബേജാർ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.